ഞാൻ നിങ്ങളുടെ സജീവ് തേക്ക്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഒരുപാട് പ്രത്യേകതയുള്ള ഒരാളാണ്. ബേസിക്കലി ഒരു ആർക്കിടെക്ട്. നോർമലി ഒരു ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ സാധാരണ വീടുകളുടെ പണി ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യുന്ന ഒരാൾ. അതിനപ്പുറത്തേക്ക് ഒരുപാട് വ്യത്യാസമുള്ള ഒരാളെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു ആർക്കിടെക്റ്റിനപ്പുറത്തേക്ക് എന്തൊക്കെ ആവാൻ പറ്റുമെന്ന് ചിന്തിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ആർക്കിടെക്ട് ശ്യാം. താങ്ക് യു. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ശ്യാം, എവിടെയാണ് ശ്യാമിന്റെ ശരിക്കും വീട്? എന്റെ വീടൊക്കെ കൊടുങ്ങല്ലൂരാണ്. എറണാകുളത്ത് തന്നെയാണ്. കൊടുങ്ങല്ലൂർ. ബേസിക്കലി അപ്പോ എവിടെയാ പഠിച്ചിരുന്നത്? ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, CET എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അവിടെയാണ് ആർക്കിടെക്ചർ ചെയ്തത്. BR. അത് എത്ര വർഷത്തെ കോഴ്സ്? അത് 5 years. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത്? ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ശ്യാം എന്താ ചെയ്തത്? നമ്മള് എന്താ പറയുക, നിങ്ങള് സജീവ് ആർക്കിടെക്ട് ശ്യാമിനെ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പൊ അവിടേക്ക് തന്നെ ഞാൻ കൊണ്ടുവരാം. ബേസിക്കലി ആർക്കിടെക്ട് ആണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BR കഴിഞ്ഞപ്പോൾ എല്ലാവരും ആർക്കിടെക്ട്സ് തന്നെയാണ് ആവുക, നമ്മൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, വർഷങ്ങളായിട്ട് ഞാൻ ആർക്കിടെക്ചർ ഇൻഡസ്ട്രിയിൽ കോർപ്പറേറ്റ് ആർക്കിടെക്ചർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക. കോർപ്പറേറ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എനിക്ക് 2 കമ്പനിയാണ്. അതിൽ ഒരു ഡിവിഷൻ കോർപ്പറേറ്റ് ആർക്കിടെക്ചർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പർ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ ഫാമിലീസ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടൂർസ് എന്ന് പറഞ്ഞാൽ തുളസി ഡെവലപ്പേഴ്സിന്റെ ഗ്രീൻ ഫീൽഡ് 84 വില്ലാസ് പ്രോജക്റ്റ് ആണ് നമ്മുടെ. റിയാൽറ്റേഴ്സിന്റെ ട്രിവാൻഡ്രത്ത് ഗ്രീൻ മെട്രോപോളിസ് പറയുന്ന പ്രോജക്റ്റിൽ 15 സ്റ്റോറിയുടെ 3 ഫ്ലാറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ജെഫ് കാസ്റ്റലോ തിരുവല്ലയിൽ അവരുടെ ഒരു ടൗൺഷിപ്പ് ഉണ്ട്. അതിനകത്ത് 15 സ്റ്റോറിയുടെ ഒരു ഫ്ലാറ്റും 10 സ്റ്റോറിയുടെ ഒരു ഫ്ലാറ്റും പിന്നെ 16 വില്ലാസുള്ള ടൗൺഷിപ്പാണ്. ഇത് നമ്മൾ ചെയ്തു. ഇങ്ങനെ ഒരുപാട് ബിൽഡേഴ്സുമായി തന്നെയാണ് നമ്മൾ ആ ഒരു സെക്ടറിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആർക്കിടെക്ചർ എന്നുള്ള രീതിയിൽ. പക്ഷേ ശ്യാം, ഒരു കാര്യം, ഒരു കോർപ്പറേറ്റ് ആർക്കിടെക്റ്റിനപ്പുറത്ത് ഞാൻ ഈ ആളുകളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന അതൊന്നുമല്ല. ഒരുപക്ഷെ കഴിഞ്ഞ 1 വർഷം മുമ്പ് നിങ്ങളെ ഞാൻ പരിചയപ്പെട്ടപ്പോ നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ നിങ്ങൾക്ക് ഷെയ്ഖാന്റെ ഒന്ന് ചോദിച്ചു, പേര് ചോദിച്ചപ്പോ ആർക്കിടെക്ട് ശ്യാം, എന്നിട്ട് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ എന്റെ കാർഡ് വേണ്ട, ഞാൻ എന്റെ വെബ് ID പറയാം, വെബ്സൈറ്റ് അഡ്രസ് പറഞ്ഞ സാർ ഒരിക്കലും മറക്കില്ല. എന്നിട്ട് ചോദിച്ചു, സാറ് കൊച്ചിക്കാരനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ബേസിക്കലി ആലുവക്കാരനാണ്, പക്ഷെ എന്റെ വൈഫ് ഹൗസ് എറണാകുളത്താണ്. അങ്ങനെയാണെങ്കിൽ സാർ കാര്യം നോട്ട് ചെയ്തോളൂ, www.repairkochi.com. സാറിന്റെ വീടിനെ പറ്റി അല്ലെങ്കിൽ വീട്ടിൽ ഒരു റിപ്പയറിനെ പറ്റി ചിന്തിക്കുമ്പോ അതിന്റെ മുമ്പില് www എന്നും അവസാനം ഒരു കോമും ചേർത്ത് കഴിഞ്ഞാൽ ഞാനായി. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ സ്ട്രൈക്ക് ചെയ്തു. റിപ്പയർ കൊച്ചി, www.repairkochi.com എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സൈറ്റ് എടുത്ത് നോക്കിയപ്പോ അതിൽ ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ കണ്ടു. അതും നിങ്ങൾ കോർപ്പറേറ്റ്സിനേക്കാളും സാധാരണക്കാരെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നുള്ളതാണ് അതിലുള്ളൊരു വലിയ പ്രത്യേകത. അപ്പോൾ ഈ കോർപ്പറേറ്റ് ആർക്കിടെക്ട് ശ്യാമിൽ നിന്നും ഈ റിപ്പയർ കൊച്ചി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ അവിടേക്ക് തന്നെ വരാം. അതായത് ഇപ്പൊ ഞാൻ എന്റെ കേസ് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചതെന്നുള്ളത്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ആളാണ്. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ പഠിച്ച ആൾക്കാരിൽ 90% ആൾക്കാർ അണ്ടർ പ്രിവിലേജ്ഡ് ഫാമിലീസിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടാക്സ് മണി എടുത്തിട്ട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നതുകൊണ്ട് മാത്രം എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സുമായ ആൾക്കാരാണ് ഈ പറഞ്ഞ 90% ആൾക്കാർ. ഞാനും അതിനകത്ത് ഒരാൾ തന്നെയാണ്. അപ്പോ പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ കോർപ്പറേറ്റ് ആർക്കിടെക്ട്സ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലീസിനെയും അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിനെ മാത്രം. സാധാരണക്കാരെ നമ്മളാരും ടാർഗറ്റ് ചെയ്യില്ല. സാധാരണക്കാരൻ ആർക്കിടെക്ട്സ് അഫോർഡബിൾ അല്ല, കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഓരോ ഓഫീസ് കൊണ്ടുനടക്കുന്ന ആളെന്നുള്ളതിലേക്ക് എനിക്കറിയാൻ ബുദ്ധിമുട്ട്. കാരണം നമുക്ക് ഈ സ്റ്റാഫ് ഉണ്ട്, ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫണ്ട്സ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് ഹയർ ഫീസ് ഉണ്ടായേ പറ്റുള്ളൂ. അവിടെ നിന്നും എങ്ങനെ ആർക്കിടെക്ചർ ഇൻഡസ്ട്രിയെ സാധാരണക്കാരനിലേക്ക് കൊണ്ടുവരാൻ പറ്റും, സാധാരണക്കാരൻ എങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് ഈ ഇൻഡസ്ട്രി കൊണ്ടുവരാൻ പറ്റും, വോളിയം ഉണ്ടായാൽ തന്നെ അത് പറ്റുള്ളൂ. അതാണ് ആലോചിച്ചത്. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണക്കാരായ ആൾക്കാർക്ക് ആർക്കിടെക്ട്സ് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ അവര് ഗൈഡൻസ് എടുക്കുന്നത് പ്രൊഫഷണൽസിന്റെ അടുത്ത് നിന്നായിരിക്കില്ല, അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന്, റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്നായിരിക്കും.
അവർക്ക് അവരോട് സ്നേഹം ഉണ്ടാവും. സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഉപദേശിക്കുന്നത്. പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഉപദേശിക്കാനുള്ള ഒരു എലിജിബിലിറ്റി അല്ല. ഉപദേശിക്കാനുള്ള എലിജിബിലിറ്റി നോളജാണ്. അപ്പം ആ ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാതെ അവർ ഉപദേശിക്കുമ്പോൾ അവരവരുടെ അടുത്ത് ചോദിക്കും, നിന്റെ ഇപ്പൊ അത്യാവശ്യം കുറച്ച് കാശ് കിട്ടുന്നു, നീ എന്തിനാ ഈ പഴയ വീട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? ഇത് പൊളിച്ചാൽ നിങ്ങൾക്ക് പുതിയ വീട് പണിയാൻ പാടില്ലെന്നാണ്. അപ്പോ സ്വാഭാവികമായും അവനത് കേൾക്കും, അവനത് ചെയ്യുകയും ചെയ്യും. ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് 3 ഇഷ്യൂസ് ആണ്. ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് അത് തന്നെയാണ് റിപ്പയർ കൊച്ചിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇഷ്യൂ അവൻ ആ വീടിന്റെ പണി തുടങ്ങുന്നതിന്റെ തലേന്ന് വരെ ഫൈനാൻഷ്യൽ സൗണ്ടാണ്. പക്ഷെ ആ വീട് പണി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഫൈനാൻഷ്യൽ സൗണ്ട് അല്ലാണ്ടായി. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ ആൾക്കാരുടെ പ്രഷ്യസ് ആയിട്ടുള്ള വളരെയധികം പ്രൊഡക്റ്റീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരുന്ന പണമാണ് ഒരു അൺപ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറി. അത് ഫസ്റ്റ് ഇഷ്യൂ ആണ്. സെക്കൻഡ് ഇഷ്യൂ എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരാൾ ഒരു 60 ലക്ഷം രൂപയുടെ വീട് പണിയാണെങ്കിൽ അയാൾ 60 ലക്ഷം രൂപയുടെ നാച്ചുറൽ റിസോഴ്സസ് കൺസ്യൂം ചെയ്യണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി തന്നെയാണ്. അല്ലാതെ റോഡിൽ കൂടെ കാറ് പോണത് കൊണ്ടല്ല ഓസോൺ പാളിയിൽ തുള വീണത്. സിമെന്റ് കമ്പനി നിന്ന് വരണ പുക കൊണ്ട് തന്നെയാണ്. അത് പെർസെന്റേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് വരും. അപ്പോ ഞാൻ ഒരാൾ 60 ലക്ഷം രൂപയുടെ വീട് പുതിയത് പണിയണതിന് പകരം അയാളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ മോഡിഫൈ ചെയ്തിട്ട് 10 to 25 lakhs ഒരു മോഡേൺ ഹൗസ് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് സേവ് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ അയാള് പുതിയ വീട് പണിയുമ്പോൾ പഴയ വീട് തല്ലിപ്പൊട്ടിച്ച് എവിടെയും കൊണ്ടുപോയിടും. അത് നേച്ചറിൽ വരുന്നത് മാലിന്യമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നേച്ചറിൽ വരാൻ പോകുന്ന ഒരു വലിയ ക്വാണ്ടിറ്റി മാലിന്യം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളെയും അഡ്രസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് എനിക്ക് എന്റെ പ്രൊഫഷൻ ചെയ്യിക്കാൻ പറ്റിയത്. അതിനു മുമ്പ് എനിക്ക് പ്രൊഫഷണലി കൊമേഴ്സ്യൽ സക്സസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ സിസ്റ്റർ ഡോക്ടറാണ്. അപ്പൊ ഈ ഡോക്ടേഴ്സും ആർക്കിടെക്ട്സും നമ്മളൊരു വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഡോക്ടറെ കസ്റ്റമർ പേഷ്യന്റ് ആണ്. ഡോക്ടറെ സ്നേഹിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, പേഷ്യന്റ് ഡോക്ടർക്ക് പൈസയും കൊടുക്കുന്നു, അവരെ സ്നേഹിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ ഇതുവരെ, അതായത് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇങ്ങനെ ഒരു വലിയ വ്യത്യാസം വരുത്തുന്നത് വരെ ഞാൻ എന്റെ ക്ലയൻസ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. സ്നേഹിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. എന്ന് പറഞ്ഞാല് റിപ്പയർ കൊച്ചി സൊസൈറ്റിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് ഞാൻ പോലും മനസ്സിലാക്കിയത് എന്റെ പറയാൻ പോകില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, അദ്ദേഹം സ്വന്തമായിട്ട് വീടില്ലാത്തതുകൊണ്ട് കല്യാണം കഴിക്കാൻ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ആ കോൺഫിഡൻസ് ഇല്ലാതിരുന്ന അദ്ദേഹത്തിന് ഒരു 2.25 സെന്റിൽ ആൻസെസ്ട്രൽ ആയിട്ട് ഒരു പഴയ കെട്ടിടം ഉണ്ടായിരുന്നു. ഈ കെട്ടിടത്തിന് ആർക്കെങ്കിലും വിൽക്കണം, വിറ്റിട്ട് കിട്ടുന്ന കാശിലൂടെ കുറച്ച് പൈസ കൂടി ഇട്ടിട്ട് ഒരു വീട് പുതിയത് ഉണ്ടാക്കണം. അങ്ങനെ ഒരു പുതിയ വീട് സ്വന്തമായി ഉണ്ടാക്കിയ ശേഷം കല്യാണം കഴിക്കണം. ഇതാണ് നോർമലി അദ്ദേഹത്തിന്റെ ഒരു ചിന്തയുണ്ടായിരുന്നു. ആ ചിന്തയിൽ ഒരു തവണ എങ്ങനെയോ അബദ്ധത്തിൽ ഞാൻ അവിടെ ചെന്ന് വിട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ എടുത്തു, ചേട്ടാ നമുക്കിതിലേ ഇവിടെ ഇങ്ങനെ മാറ്റി, അവിടെ അങ്ങനെ മാറ്റി, ഇങ്ങനെ ചെയ്ത് ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു 2 bedroom ഹൗസ് ആവും. നിങ്ങൾ 10 ലക്ഷം രൂപ താഴെ മുടക്കേണ്ടി വരും. ഇൻ ഷോർട്ട്, ഒരു 3 months നമ്മൾ അത് 10 lakhs താഴെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിൽ അതൊരു 2 bedroom ഹൗസ് ആക്കി മാറ്റി. അപ്പൊ അവിടെ 2 കാര്യങ്ങൾ ഉണ്ടായി. ഒന്ന്, അദ്ദേഹം ഒരു 45 lakhs മുകളിൽ വാല്യുവേഷൻ ഉള്ള ഒരു പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനായി മാറി. രണ്ടാമത്തെ, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീടുണ്ടായി. ഇത് എനിക്ക് വലിയ അനകാര്യമായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു. കാരണം എന്റെ ജോലി ഇതാണല്ലോ, ഞാൻ എന്റെ ജോലി ചെയ്യുന്നു എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഞാനത് സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. എപ്പോഴാണ് സീരിയസ് ആയതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം. അത് ഞാൻ വീണ്ടും പറയുന്നു, ആ വീടിന്റെ പണി കഴിഞ്ഞ് ഒരു 3 മാസത്തിനകത്ത് അദ്ദേഹം കല്യാണം കഴിക്കുകയുണ്ടായി. ഇത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം, ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്റെ ഒരു കസ്റ്റമറെ ഞങ്ങൾ ചെയ്ത വർക്കാണെന്ന് കൊണ്ടുപോയി കാണിക്കത്തില്ല. അങ്ങനെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, അവര് പ്രഗ്നന്റ് ആണ്. അമ്മ എന്നെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതെന്ന് പറഞ്ഞാല് ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്താണെന്നുള്ള രീതിയിലോ അല്ലെ ആർക്കിടെക്ട് ആണെന്നോ കോൺട്രാക്ടർ ആണെന്നോ ഉള്ള ഒരു രീതിയിലല്ല അമ്മ കാണുന്നത്. അമ്മ കാണുന്നത് അവരുടെ മകന്റെ ജീവിതത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാക്കിയ ഒരാളെന്നുള്ള രീതിയിൽ. കാരണം ഒരു സാധാരണക്കാരന് അവന്റെ ഹൗസിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള.
ഇത് ഒരു സ്റ്റോറിയാണ്. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ മൾട്ടിപ്പിൾ സ്റ്റോറീസ്. റിപ്പയർ കൊച്ചിയുടെ വെബ്സൈറ്റ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ ഒരുപാട് റിനോവേഷൻസ് വർക്കുകളാണ് കണ്ടത്. റിപ്പയർ കൊച്ചി എല്ലാ തരത്തിലുള്ള റിനോവേഷൻസ് ആണോ ചെയ്യുന്നത്? റിനോവേഷൻസ് മാത്രമാണോ നമ്മുടെ റിപ്പയർ കൊച്ചി എന്നുള്ള പേരിൽ ശ്യാം ചെയ്യുന്നത്? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 2 കമ്പനിയാണ്. ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് സൈഡ് തന്നെയാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതവിടെ ഇതായിട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ അഡ്വർടൈസ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. അത് നല്ല വോള്യുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അത് നമ്മൾ അധികം ആളുകളിലേക്ക് എത്തേണ്ട സാധനമില്ല. വാക്കിൻ കസ്റ്റമേഴ്സിനെ എല്ലാം ടാർഗറ്റ് ചെയ്യുന്നത്, റെഫറൽ കസ്റ്റമേഴ്സ് തന്നെയാണ് കൂടുതൽ. നമ്മൾ വാക്കിൻ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ റിനോവേഷൻസിൽ തന്നെ. റിനോവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു കോർപ്പറേറ്റ് പർപ്പസ് പോലും സർക്കുലർ എക്കണോമിയെ ബേസ് ചെയ്തിട്ട് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, റിനോവേറ്റ് എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ വരുമ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ടാവും. അവരുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സസ് കംപ്ലീറ്റ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ചില കേസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു കെട്ടിടത്തിൽ ഒരു അദ്ദേഹത്തിന്റെ വീട് ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരാളുടെ വീട്ടിൽ ഒരു ക്രാക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ക്രാക്ക് വരുമ്പോൾ തന്നെ ആളുകൾ ആ ചെറിയ ക്രാക്ക് എന്നുള്ള ലെവലിൽ വിട്ടിട്ട് അത് വലിയ ക്രാക്ക് ആയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൂടെ സയന്റിഫിക് ആയിട്ട് എന്തുകൊണ്ട് ഇത് വരുന്നത്, ഇതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തുക. അങ്ങനെ ഒരു റൂട്ട് കോസ് അനാലിസിസ് നടത്തിയിട്ട് ആ റൂട്ട് കോസ് അനാലിസിസിന്റെ റിസൾട്ട് ആയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തി ആ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ പറയും. റിപ്പയേഴ്സ് അല്ല, റിപ്പയർ കൊച്ചി എന്ന് പറയുന്നത് പേരാണ്. റിനോവേഷൻ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഞങ്ങളുടെ എല്ലാ സൈറ്റ് എഞ്ചിനീയേഴ്സും വീട്ടിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സൈറ്റ് എഞ്ചിനീയേഴ്സ് എല്ലാ ലെവലിലുള്ള ആൾക്കാർ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള വർക്ക്സിന് എലിജിബിൾ ആണ്. കുറച്ച് ചലഞ്ചസ് ഉണ്ടെങ്കിൽ പറയില്ലേ നമ്മള്, എന്ത് ചേട്ടാ സമാധാനമായിട്ട് ജീവിച്ചിട്ട് ആകെ ടെൻഷനാണ് പറയും. അതേപോലെ കുറച്ച് ചലഞ്ചസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ, എന്റെ കേസ് മാത്രമല്ല, ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറയണം, എന്റെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ ആട്രിഷൻ റേറ്റ് ഉള്ള, വളരെ പോസിറ്റീവ് അല്ല ആട്രിഷൻ റേറ്റ് ഉള്ള പ്രസ്ഥാനമാണ്. ഒരുപാട് എന്റെ സ്റ്റാഫ് എല്ലാവരും തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഈ അസുഖമുണ്ട്. അതായത് ഇത്തിരി ചലഞ്ചസ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കുറച്ച് എളുപ്പമാണ്. അപ്പൊ അതൊക്കെ ഉണ്ട് എന്റെ ഇടയിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു ഹോബി ചെയ്യുന്ന ആൾക്കാരെ പൈസ രീതിയിൽ കരുതിയാൽ മതി. അതാണ് എന്റെ ഒറ്റവായിട്ടുള്ള. റിപ്പയർ കൊച്ചിയുടെ ഓഫീസ് എവിടെയാണ് സാർ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ 12 ഡിസ്ട്രിക്ട്സ് ഓപ്പറേഷൻ, കോഴിക്കോട്, തലശ്ശേരി വരെയൊക്കെ നമുക്ക് ഓപ്പറേഷൻ. അതുകൂടാതെ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരുണ്ട്, കോയമ്പത്തൂരുണ്ട്, ഗ്വാളിയറുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പുറത്ത് ഞാൻ ഇതുവരെ വേറെ ആരെയും കണ്ടില്ല. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഒരു അസോസിയേറ്റ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസ് കോൺസെപ്റ്റിൽ റൺ ചെയ്യുന്ന വേറെ ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കേരളത്തിൽ കണ്ടിട്ടില്ല, ഇന്ത്യയിലെ അന്വേഷണത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ആദ്യമായിട്ട്. പക്ഷെ ഈ പറഞ്ഞ എന്റെ ഏരിയയിലെയും ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ഒറ്റ ഓഫീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് സാധാരണക്കാരാണ്. അപ്പൊ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 10 ഓഫീസുകൾ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഓഫീസസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ട്സ് എൻഡിൽ നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് മാറ്റി. അല്ല, മെയിൻ ഓഫീസ് ഉണ്ടോ എവിടെയാണ്? ഓരോ ഓഫീസ് മെയിൻ എന്നല്ല, ഓരോ ഓഫീസേ ഉള്ളൂ, ഒറ്റ ഓഫീസേ ഉള്ളൂ. അതെവിടെയാണ്? അത് എറണാകുളത്ത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയത്തിന്റെ അടുത്താണ്, ഹൈവേയിൽ തന്നെയാണ്. പിന്നെ ഉള്ളിടത്തെല്ലാം, പിന്നെ ബാക്കി എല്ലാ സ്ഥലത്തും നമുക്കുള്ളത് ഓപ്പറേഷൻസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ഓപ്പറേഷൻസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ഈവൻ സൈറ്റ് എഞ്ചിനീയേഴ്സ് പോലും. ഇപ്പൊ ഞാൻ ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, അതായത് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 12 ഡിസ്ട്രിക്ട്സ് ഓപ്പറേഷൻ, 12 ഡിസ്ട്രിക്ട്സിലെ ഓപ്പറേഷൻസ് ഞങ്ങൾ ഇങ്ങനെ ഓരോ ഓഫീസിൽ നിന്ന് ഹാൻഡിൽ ചെയ്യും. അത് പറ്റില്ല. അപ്പൊ അവിടെ നമുക്ക് കൃത്യമായ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രം, കൊല്ലം, പുനലൂര്, അതെല്ലാം നമ്മുടെ അസോസിയേറ്റ് പാർട്ട്ണറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആർക്കിടെക്ട് തന്നെ അദ്ദേഹം നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് എന്നാൽ നമ്മുടെ അസോസിയേറ്റ് പാർട്ട്നേഴ്സ്. ബട്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രോത്ത് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊച്ചിയിൽ തന്നെ ആയിരുന്നു. അപ്പൊ ഇതിങ്ങനെ ഇത്രയും വലുതായി പോകുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് റിപ്പയർ കൊച്ചി എന്നുള്ള പേരിട്ടത്. പിന്നെ പേരങ്ങ് ഉറച്ചു, അത് പിന്നെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ റിപ്പയർ കൊച്ചി കൊച്ചിയിൽ കംഫർട്ടബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ട്രിവാൻഡ്രത്ത് ഞാൻ നേരത്തെ പറയാം 2 കമ്പനി ഉണ്ട്. അതിൽ ആദ്യത്തെ കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ വർക്ക്, അത് ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നതാണ്.
അപ്പൊ അതില് ട്രിവാൻഡ്രത്ത് KTDC സമുദ്ര ഹോട്ടലിൽ വാട്ടർ ട്രീറ്റ്മെന്റ് വർക്ക് ചേർന്നപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ട്രിവാൻഡ്രത്ത് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ട്രിവാൻഡ്രത്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ വളരെ അധികം ബിസിനസ് വോളിയം ഒന്നുമില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊച്ചിയിൽ നിന്ന് തന്നെ ട്രിവാൻഡ്രം വരെ പോയി വരാം. അതന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പതുക്കെ വോളിയം കൂടാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് പറ്റൂല, ഈ വോളിയം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാൻ മനസ്സിലായി. അങ്ങനെ എങ്ങനെ ഈ വോളിയത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഒരു ചിന്ത വന്നതാണ് ഈ പറഞ്ഞ അസോസിയേറ്റ് എടുക്കുക. അങ്ങനെ ആദ്യത്തെ അസോസിയേറ്റ് വന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഒരു അസോസിയേറ്റ് വന്നു. അത് വളരെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊക്കെ അദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ തലശ്ശേരി വരെ കൊണ്ടുപോയത്. മലപ്പുറത്തേക്ക് കൊണ്ടുവന്നതൊക്കെ അദ്ദേഹത്തിന്. അങ്ങനെ വന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്തേക്ക് പോയിരുന്ന പോക്കില് കായംകുളമൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മളെ സമയം തീരും. കാരണം അത്രയും എൻക്വയറീസ് ഉണ്ടാവും കായംകുളം വരെയൊക്കെ എൻക്വയറീസ്. അപ്പൊ ട്രിവാൻഡ്രത്തേക്ക് പോകണമെങ്കിൽ രണ്ടാമത് വേറെ ദിവസം പോകണം. അത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ട്രിവാൻഡ്രത്ത് അടുത്ത അസോസിയേറ്റ് പാർട്ണർ എടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ട്രിവാൻഡ്രത്തും കൊല്ലത്തും അസോസിയേറ്റിനെ വെച്ചത് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം. കാരണം നമ്മളതിനകത്ത് ഈ അസോസിയേറ്റിന്റെ റോൾ എന്താ? അസോസിയേറ്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്തത്. കാരണം ഇത് റിനോവേഷൻ ആയതുകൊണ്ട് തന്നെ അസോസിയേറ്റ്സിനോ വേറെ ആർക്കും തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് കൃത്യമായിട്ടൊരു സിസ്റ്റം വേണം. ഒരു അസംബ്ലി ലൈൻ മാനുഫാക്ചറിംഗ് മെത്തേഡിൽ ഒരു സിസ്റ്റം, സോളിഡ് ആയിട്ടുള്ള സിസ്റ്റം. ഒരു കാര്യം, ഈ ഗ്വാളിയർ പോലത്തെ വളരെ ദൂരെയുള്ള സ്ഥലത്ത് കൊച്ചിയിൽ നിന്നും നിങ്ങൾ എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യും? അവിടെയാണ് ഞാൻ പറയുന്നത്. ഇതില് ഇപ്പൊ നമ്മളിപ്പോ ഡോക്ടേഴ്സിലേക്ക് കേസ് ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർ പ്രശ്നം ഇല്ല. കാരണം അവർക്ക് ആ ഡാറ്റ എല്ലാം കൃത്യമായിട്ട് അവരുടെ പേപ്പറിൽ എത്തും. അതിനകത്തുനിന്ന് അവർ അനലൈസ് ചെയ്യും. അപ്പോ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് എത്ര ദൂരത്താണെങ്കിൽ നമുക്ക് അവിടുത്തെ മെഷീനറി ചെറിയൊരു സംശയമാണ്. ഇപ്പൊ ഗ്വാളിയർ പോലത്തെ സ്ഥലത്ത് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത്, റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെഷീനറി സഹായം വേണ്ടി വരും. അപ്പൊ ആ മെഷീനറി സഹായം അസോസിയേറ്റ് അറേഞ്ച് ചെയ്യും. അതെ, നമ്മൾ അവിടെ ഓരോ സ്ഥലത്തും നമ്മൾ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ആദ്യം നമ്മൾ കോഴിക്കോടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കോഴിക്കോടേക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ നമ്മൾ അവിടെ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കേരളത്തിൽ 12 ഡിസ്ട്രിക്ട്സിലെ ഓപ്പറേഷൻസ് 12 ഡിസ്ട്രിക്ട്സിലും നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായാലും പറ്റും. അതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് അവിടെ വരും. അത് സ്വാഭാവികമായ കേസാണ്. പക്ഷെ നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല അതിനകത്തുള്ള കാര്യം, നമ്മുടെ സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം ഇൻവോൾവ്മെന്റ് ഉള്ള, ഓരോ ലെവലിലും വളരെയധികം ശ്രദ്ധാപൂർവമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കാരണം അത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതിൽ ഞാൻ കൂടുതലും ശ്യാമിനെ ശ്രദ്ധിച്ചിരിക്കുന്നത്, ശ്യാമിന്റെ ഫോട്ടോകളിൽ, ശ്യാമിന്റെ വീഡിയോകളിലെല്ലാം ശ്യാം ഒരുപാട് പ്രകൃതിയെ സ്നേഹിക്കുന്നതായിട്ട് കാണാം. ശ്യാമിന്റെ ഫോട്ടോകളിൽ എപ്പോഴും പ്രകൃതി അല്ലെങ്കിൽ പച്ചപ്പില്ലാത്ത ഫോട്ടോകൾ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. ശരിയല്ലേ? ഇവ ചിലപ്പോ അത് നമ്മൾ ഒരിക്കൽ 2-3 പ്രാവശ്യമൊക്കെ സൂമിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ മിക്കവാറും എന്തെങ്കിലും ഒരു പച്ചപ്പിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പ്രകൃതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടോ? പ്രകൃതി ഇഷ്ടപ്പെടുന്നതല്ല. അതായത് സത്യം പറഞ്ഞാല് എനിക്കിന്ന് പ്രൊഫഷൻ വേറെ ലൈഫ് വേറെ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ എന്താണോ അത് തന്നെയാണ് നമ്മൾ പ്രൊഫഷനിൽ കൊണ്ടുവന്നത്, അത് തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് വന്നിട്ട് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് വേറെ ആക്ടിവിറ്റി അങ്ങനെയൊന്നുമില്ല. അപ്പൊ അവിടെ എന്താ വരുന്നത് പറഞ്ഞാൽ നമ്മള് സർക്കുലർ എക്കോണമി മൂവ്മെന്റിലേക്ക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ വലിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ലീനിയർ എക്കോണമി എന്താണ്, കൺസ്ട്രക്ഷൻ സർക്കുലർ എക്കോണമി എന്താണ്, രണ്ടും നമുക്ക് ആലോചിക്കാം. കുറെ നാൾ മുമ്പ് ലീനിയർ എക്കോണമി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാ പ്രസ്ഥാനങ്ങളും സർക്കുലർ എക്കോണമിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തില് ഈയിടയ്ക്ക് ഒരു ഗവൺമെന്റ് തലത്തിൽ തന്നെ ഒരുപാട് ഇൻഡസ്ട്രിയൽ സമ്മിറ്റ്സ് വന്നു. ഇവിടെ ഒന്നും തന്നെ സർക്കുലർ എക്കോണമി എന്ന് പറയുന്ന ഒരു വാക്ക് പോലും അവർ പറഞ്ഞു. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഒരു നാച്ചുറൽ റിസോഴ്സസ് എടുത്ത് അതിനകത്ത് നിന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രോഡക്റ്റിന്റെ ആവശ്യം കഴിയുമ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സ് വേസ്റ്റ് ആയി പോകും. അത് തിരിച്ച് വീണ്ടും വേറെ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ഒരു സംവിധാനം വരണം. അത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടും നേച്ചറിന് വേണ്ടിയിട്ടും ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അതാണ് നമ്മളുടെ കോർപ്പറേറ്റ് പർപ്പസ് എന്ന് തന്നെ ഞാൻ എനിക്ക് വേറൊരു കാര്യം കൂടി അറിയാനുള്ളത്, താങ്കളൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞു. അതും ഈ പ്രകൃതിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണോ? ചേട്ടാ, ഇതൊക്കെ ഞാൻ നേരത്തെ പോലെ പ്രൊഫഷൻ വേറെ
അതൊന്നുമില്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മള് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നടക്കുന്നത്. അല്ല, ഒരുപാട് വലിയ ക്യാമറകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നല്ലത്, ശരി. വില കൂടിയ ക്യാമറകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നു. ഒരുപാട് സിംഹത്തിനും കടുവയുടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 58 മണിക്കൂർ നേരമൊക്കെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നതൊക്കെ ഒരിക്കൽ ഞാൻ നിങ്ങളുടെ പുറകെയുണ്ട്. നിങ്ങൾ പലപ്പോഴും ഞാൻ ഈ ആർക്കിടെക്ട് എക്സാമിനെ പറ്റി കൂടുതൽ പഠിക്കാനും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഓരോന്ന് വെച്ചേക്കുക. അപ്പൊ ഒരിക്കൽ ഞാൻ അറിഞ്ഞു 48 മണിക്കൂർ നേരമൊക്കെ ഭക്ഷണം കഴിക്കാതെ ഒരു ശരിക്കും പുലിയുടെ കടുവയുടെ എന്തൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇരുന്നതായിട്ടൊക്കെ അത്രയും സമയമൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ കളയും. അത് നിങ്ങൾ കേട്ടത് തെറ്റാണ്. അത്രയൊന്നും ഇരുന്നിട്ടുണ്ട്. ഇല്ല, എത്ര സമയം ഇരുന്നിട്ടുണ്ട് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്? ഫോട്ടോയ്ക്ക് വേണ്ടി ഇരുന്നതല്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മള് നടക്കാറുണ്ട്, കാട്ടിൽ നടക്കാറില്ല. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളാണ്. ഉറപ്പായിട്ടും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നുള്ളതല്ല, അത് നമ്മള് വൈൽഡർനെസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിന്റെ ഇടയിൽ ഫോട്ടോഗ്രാഫി നമ്മൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ചിലപ്പോ നമുക്ക് ഫോട്ടോ എടുത്തില്ലെങ്കിലും പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് അത്രേ ഉള്ളൂ. വീട് എവിടെ ശരിക്കും താമസിക്കുന്നത്? ഇപ്പോൾ കൊടുങ്ങല്ലൂരാണ്. ഞാൻ കൊടുങ്ങല്ലൂർ കൃത്യമായിട്ട് ഇപ്പൊ ഒരു താമസ സ്ഥലം നമുക്ക് പറയാൻ പറ്റാം. ആഴ്ചയിൽ 2 ദിവസം കൊടുങ്ങല്ലൂരാണ്, 3-4 ദിവസം മൂവാറ്റുപുഴയാണ്, 1 ദിവസം തൊടുപുഴയാണ്. അപ്പൊ ഇങ്ങനെ ഈ എല്ലാ സ്ഥലത്തുമായിട്ട്. ശ്യാമിന്റെ വീട് ഇപ്പൊ താമസിക്കുന്ന വീട് എത്ര വർഷമായിട്ട് പണതാണ്? 1 വർഷം. അത് ഇങ്ങനെ ഈ റിനോവേഷൻ ചെയ്ത് മോഡേൺ അവസ്ഥയിലേക്കാണോ കൊണ്ടുവന്നത്? ഇപ്പൊ കൊച്ചി പരീക്ഷ നടത്തിയേക്കണ പണി പഠിച്ച അവിടെ തന്നെ. പണി പഠിച്ചത് അവിടെ പണി പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഫാമിലിയെ കുറിച്ചൊന്ന് പറയാം. ഫാമിലി, ഭാര്യ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. പഠിക്കാൻ ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് വീട്ടൊക്കെ. ഇപ്പൊ PhD ആണ്. ഇപ്പൊ PhD ആണ്. ഓക്കെ. അത് ഉണ്ട്. പിന്നെ മകള് വളരെ സന്തോഷമുള്ള കാര്യമാണ്, ഞാൻ പഠിച്ച അതേ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരത്ത് അതേ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും കല്യാണത്തിന് കാഴ്ച ചെയ്തിട്ട് അവൾ ചോദിക്കുന്നു, അപ്പൊ പഠിക്കുന്ന കാലത്ത് കോളേജിൽ ഇങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ നമുക്കൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. എന്താണ് ശരിക്കും ഒരു മോനുണ്ടല്ലേ? ഒരു മകളാണ് ഇപ്പോ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. മോൻ 7ാം ക്ലാസ്. അച്ഛന്റെ പാതയിലേക്ക് തന്നെ മോനെ കൊണ്ടുവരാനാണോ ഉള്ളത്? ഒരു ആർക്കിടെക്ട് അങ്ങനെയൊന്നുമില്ല. നമ്മളിതിനെ കുറിച്ചൊന്നും, കാരണം ഞാനിത് ചിന്തിക്കുന്നത് നമ്മള് പ്രൊഫഷൻസിന് ചൂസ് ചെയ്യുന്നതല്ല. പലപ്പോഴും പ്രൊഫഷൻസ് നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആർക്കിടെക്ചറിൽ വലിയ കാൽക്കുലേഷൻസ് ഒന്നും നടത്തിയിട്ട് വന്ന ആളാണ്. ഒരു ആർക്കിടെക്ട് ശ്യാം എന്നുള്ള രീതിയിൽ ആർക്കിടെക്ട് ശ്യാമിന്റെ ഒരു സ്വപ്നം എന്താണ്? ഞാൻ എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു റിമാർക്കബിൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ശ്യാം അറിയപ്പെടണം. അങ്ങനെയില്ലാന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം എല്ലാവരുടെ മനസ്സിന്റെ അകത്തും ഒരു എന്താ പറയാ ഹൈലൈറ്റഡ് ആവണം എന്നുള്ള മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം കിടക്കും. ചേട്ടാ, സ്വപ്നങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ആ സ്വപ്നം ഞാൻ ചോദിച്ചു. നമുക്ക് EMI അടയ്ക്കാനുള്ള കാശ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഹാപ്പി ആയി, അത് കഴിഞ്ഞു. അപ്പൊ EMI അടയ്ക്കാവുന്ന പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഈ പറഞ്ഞ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സ്വപ്നങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. അതിപ്പോ കൃത്യമായിട്ട് ഞാൻ ഫ്രെയിം ചെയ്തൊന്നും എടുത്തിട്ടില്ല. എന്നാൽ പോലും എന്താ പറയുക, സ്വപ്നങ്ങളല്ല, നമുക്കിപ്പോ വേണമെങ്കിൽ ഗോൾസ് പറയാം. ഗോൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ സർക്കുലർ എക്കോണമിയിലേക്ക് ഇൻഡസ്ട്രി കൊണ്ടുപോയേ പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ബിസിനസ് ഡെവലപ്മെന്റ് ഏരിയയിൽ മാത്രമല്ല, ഞാൻ അടുത്ത ജനറേഷനെ ഈ ഏരിയയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ എഫർട്ട് ഇടാൻ പറ്റും അവിടെയൊക്കെ പുതിയ ഇപ്പോഴത്തെ ആർക്കിടെക്ചർ സ്കൂൾസിൽ ഈ സബ്ജക്റ്റിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സംഗതി ഈ പറഞ്ഞ പല കോളേജുകളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രിയിലെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. നമ്മളവിടെ പറയുന്ന ഇൻഡസ്ട്രിയിലെ കാര്യങ്ങളല്ല, നമ്മുടെ ഫിലോസഫീസ് ആണ്. ഡ്രൈവിംഗ് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് സമയത്ത് വണ്ടിയിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം ഒരു ഇന്നോവയിലുള്ള യാത്ര എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ സമയം അങ്ങനെയല്ല. അതായത് ഒരുപാട് ആൾക്കാർ ഡ്രൈവിംഗ് ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ കുറെ ആക്ടിവിറ്റീസ് കൂടി എക്സ്പ്ലോർ ചെയ്യുന്നു കരുതിയാണ്. അതുകൊണ്ട് നിങ്ങളത് അറിയുന്നു മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പല മീറ്റിംഗ്സിലും എല്ലാം വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ സൂമിലും ഇതിലൊക്കെ മീറ്റിംഗിലൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മളെപ്പോലത്തെ പ്രൊഫഷണൽസ് പല സമയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉപയോഗിക്കാന്നുള്ളത് തന്നെ. അപ്പൊ യാത്ര ചെയ്യുന്ന സമയമാണ്, അതുകൊണ്ട് ഞാൻ മീറ്റിംഗിൽ ചേർന്നില്ല എന്നുള്ള വാശി ഞാൻ പിടിപ്പിക്കാറ്.
യാത്ര ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ സ്പീച്ചസ് കേൾക്കില്ല എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിനൊക്കെ നമുക്ക് സമയം കിട്ടണ്ടേ. ആരുടെ ഫിലോസഫിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ യാത്രകളിൽ കേൾക്കുന്ന അല്ലെങ്കിൽ നെഞ്ചിലേറ്റുന്ന ഏതെങ്കിലും ഒരു ഫിലോസഫി ഉണ്ടാവില്ല. ഒരുപാട് ആളുകളുടെ അപ്പുറത്ത് ഒരാളുടെ പർട്ടിക്കുലർലി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും, ഷാം ഫോളോ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരാളുടെ അതായത് ഞാൻ വീണ്ടും അവിടേക്കാണ് വരുന്നത്. നമ്മള് ഒരു റോൾ മോഡലിനെ സെലക്ട് ചെയ്യുന്നത്. റോൾ മോഡലിനെ ഒരിക്കലും സെലക്ട് ചെയ്യാൻ പാടില്ല. റോൾ മോഡലിന്റെ ഇമേജിനെയാണ് സെലക്ട് ചെയ്യുന്നത്. എന്നാൽ നമുക്കിപ്പോ ഞാൻ ഇതിലേക്ക് വരികയാണ്, നമ്മുടെ ഇതിഹാസങ്ങളിലേക്ക്. ഇപ്പൊ ഏകലവ്യന് പറ്റിപ്പോയ മിസ്റ്റേക്ക് എന്താണ്? അദ്ദേഹം ദ്രോണാചാര്യർ എന്ന് പറയുന്ന റോൾ മോഡലിന്റെ ഇമേജിനെ മനസ്സിൽ കണ്ട് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കർഷകന് അദ്ദേഹം ദ്രോണാചാര്യർ എന്ന് പറയുന്ന മനുഷ്യനെ റോൾ മോഡലായിട്ട് സങ്കല്പിച്ചു. അതുകൊണ്ടാണ് ദ്രോണാചാര്യർ എന്ന് പറയുന്ന മനുഷ്യൻ ക്യാപിറ്റേഷൻ വാങ്ങിക്കുന്ന ഒരു അധ്യാപനം. പക്ഷെ ദ്രോണാചാര്യരുടെ ഇമേജ്, ആ ഇമേജാണ് ഏകലവ്യനെ പഠിപ്പിച്ചത്. ആ രീതിയിൽ ഞാൻ വ്യക്തി എന്ന രീതിയിൽ ഉള്ള റോൾ മോഡൽസിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അവരുടെ ആക്ഷൻസിനകത്ത് പഠിക്കാറുണ്ട്. ഇല്ലെന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ പാട്ട് കേൾക്കാറില്ല. പാട്ട് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പീച്ചസും ഓഡിയോ ബുക്സും തന്നെയാണ്. അപ്പൊ അവിടെയെല്ലാം നിങ്ങൾ പറയുന്ന ഇമേജസിന്റെ പുറകെയാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ സംസാര രീതിയിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഫിലോസഫി കേൾക്കാറുണ്ട്. എന്തായാലും ശ്യാം, ഞാൻ അറിഞ്ഞ ശ്യാം സാധാരണ ഒരു ആർക്കിടെക്റ്റിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ വീണ്ടും പറയുകയാണ്, ഒരുപാട് സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന, സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ സ്വപ്നം കാണുന്ന ഒരു വീട്. കാരണം ഞാനടക്കം ഒരു 20 വർഷം മുമ്പ് പണിതപ്പോ വീട് പണിത് അത് കഴിഞ്ഞ് ഞാൻ എന്റെ കല്യാണത്തിന്റെ സമയം കഴിഞ്ഞപ്പോൾ ഒരുപാട് കുറവുകൾ ആ വീട് കണ്ടു. പക്ഷെ അപ്പൊ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോ, അന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, ഒരുപാട് ആളുകളുടെ അടുത്ത് ചോദിച്ചപ്പോ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ വളരെ നിരാശയോടെ ജീവിച്ചതാണ്. ഇനിയിപ്പോ നിങ്ങൾ സാധാരണക്കാരുടെ കൂട്ടത്തില് എന്നും ശ്യാം ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിലത്തെ റിനോവേഷൻ എന്തുമായിക്കൊള്ളട്ടെ, എത്ര ചെറുതായിക്കൊള്ളട്ടെ, എത്ര വലുതായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ശ്യാമുമായി ബന്ധപ്പെടാം. ശ്യാമിനെ പറ്റി കൂടുതൽ അറിയാൻ www.repairkochi.com വിസിറ്റ് ചെയ്യുക. ശ്യാമിനെ പറ്റി കൂടുതൽ അറിയാനും ശ്യാമിന്റെ ഡീറ്റെയിൽസും ഞാൻ ഇതിനോടുകൂടി ചേർക്കുന്നു. ശ്യാം, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഒരുപാട് നല്ല ചിന്തകളും, പ്രകൃതിയെ സ്നേഹിക്കുന്ന, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി സ്നേഹിക്കുന്ന, ഫാമിലിയെ സ്നേഹിക്കുന്ന നല്ല ഒരു ആളെന്നുള്ള രീതിയിൽ ഒരു സഹാനുഭൂതിയോടെ മറ്റുള്ളവരെ കാണുന്ന ഒരാളാണ് എന്ന് എനിക്കറിയാം. ഇങ്ങനെയുള്ള ശ്യാമിന് ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഇനി നമ്മൾ അടുത്ത് കാണുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ സ്ഥലങ്ങളിലും ഒരുപക്ഷെ എബ്രോഡും റിപ്പയർ കൊച്ചി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം പടർന്നു പന്തലിച്ചിരിക്കുമ്പോൾ ആ ഒരു ലെജൻഡിന് ഇന്റർവ്യൂ എന്ന ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ടാവണം. താങ്ക് യു. സന്തോഷം.